വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് KSEB സബ് എഞ്ചിനീയർ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാം. ഇവിടെ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോ ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ലെക്ചേഴ്സിൽ സബ്ജക്റ്റ് വൈസ് തിയറി ഉണ്ടായിരിക്കും, അതുപോലെ 2500+ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയൊരു ഫീയേ അവിടെ വരുന്നുള്ളൂ. സോ താല്പര്യമുള്ളവർ താഴെ പറഞ്ഞിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9744722434. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് മെഷർമെന്റിൽ ഇലക്ട്രോഡൈനാമിക് ആൻഡ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. Those instruments are modified form of permanent magnet moving coil type. അതായത് PMMC ഇൻസ്ട്രുമെന്റ് പഠിച്ചില്ല, അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടല്ല. ഇവിടെ നമ്മളൊരു ഫിക്സഡ് കോയിൽ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഓപ്പറേറ്റിംഗ് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതാണ് എഴുതിയിട്ടുള്ളത്. ഹിയർ ഓപ്പറേറ്റിംഗ് ഫീൽഡ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ പെർമനന്റ് മാഗ്നറ്റ് ബട്ട് ബൈ അനദർ ഫിക്സഡ് കോയിൽ. ഇനി മൂവിംഗ് സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം ഒക്കെ PMMC ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെയാണ്. ഇനി ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AC DC നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. They can be used as ammeters and voltmeters but are generally used as wattmeters. നമ്മൾ അമ്മീറ്റർ ആയിട്ടും വോൾട്ട്മീറ്റർ ആയിട്ട് ഉപയോഗിക്കാം, എങ്കിലും നമ്മൾ അത് യൂസ് ചെയ്യാൻ സാധാരണ വാട്ട്മീറ്റർ ആയിട്ടാണ്. അത് പ്രിൻസിപ്പിൾ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ പ്രിൻസിപ്പൽ നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ, അതായത് കറണ്ട് ക്യാരിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, അതായത് ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഒന്ന് മൂവിങ് കോയിൽ. അപ്പോൾ ഈ മൂവിങ് കോയിലിൽ കൂടെ കറണ്ട് പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഈ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യും. അതായത് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാവുകയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ പോകുന്ന കറണ്ടും കാരണം. അപ്പൊ അങ്ങനെയാണ് ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത്, പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പടത്തിൽ കാണിച്ചത് നമുക്ക് രണ്ട് ഫിക്സഡ് കോയിൽ ഉണ്ട്, ഒരു മൂവിങ് കോയിൽ ഉണ്ട്. ഇത് പോയിന്റർ ആൻഡ് ഇത് ഒരു ഗ്രാജുവേറ്റഡ് സ്കെയിലാണ്. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ഫിക്സഡ് കോയിൽ ഉണ്ട്, അതുപോലെ ഒരു മൂവിങ് കോയിൽ ഉണ്ട്. Consists of a fixed coil and moving coil, and the fixed coil is split into two equal parts. രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കാണ്. ആൻഡ് അത് പ്ലേസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്, they are placed close to each other, close together and parallel to each other. ഇനി the moving coil is pivoted in between the two fixed coils. അപ്പോൾ നമ്മൾ ഈ ഫിക്സഡ് കോയിൽ ഉണ്ടല്ലോ, അതിന് നടുക്കായിട്ടാണ് നമ്മൾ മൂവിങ് കോയിൽ വെച്ചിട്ടുള്ളത്. ഇനി ഫിക്സഡ് കോയിൽ മൂവിങ് കോയിലും എങ്ങനെയായിരിക്കും എനർജൈസ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് എനർജൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്താ ചെയ്യും, നമ്മളത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അത് എന്താണോ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെപ്പറേറ്റ് എക്സൈറ്റഡ് വേണോ അതോ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണെന്നനുസരിച്ചിട്ടാണ്. ഇനി ദ മൂവിങ് കോയിൽ ഈസ് അറ്റാച്ച്ഡ് ടു ദ മൂവിങ് സിസ്റ്റം സോ ദാറ്റ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് the pointer moves over the scale. അപ്പോൾ നമ്മൾ എന്താണോ മെഷർ ചെയ്യണത് അതിന്റെ അനുസരിച്ച് ടോർക്ക് ഉണ്ടാവുമല്ലോ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പൊ അത് മൂവിങ് കോയിലുമിലാണ് നമ്മൾ ഈ പോയിന്റർ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്കാരൻ്റെ അവിടെ പോയിന്റർ മൂവ് ചെയ്യും ഓവർ എ ഗ്രാജുവേറ്റഡ് സ്കെയിൽ. The control torque is provided by two springs which also serve the additional purpose of leading current into and out of the moving coil. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് സ്പ്രിംഗ് വെച്ചിട്ടാണ്, ഹെയർ സ്പ്രിംഗ് യൂസ് ചെയ്തിട്ട്. അതായത് ഫോസ്ഫർ ബ്രോൺസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ സ്പ്രിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അത് രണ്ട് പർപ്പസ് ഉണ്ട്, ഒന്ന് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക, അത് മാത്രമല്ല അത് ലീഡിങ് കറണ്ടും കൂടി പ്രൊവൈഡ് ചെയ്യുക, മൂവിങ് കോയിലിലേക്കുള്ള കറണ്ടിനെ ലീഡ് ചെയ്യിപ്പിക്കുക. അതാണ് അവിടെ ഈ സ്പ്രിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Working. When instrument is connected in the circuit, operating current flows through the coils. നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത് ആ മെഷർ ചെയ്യുന്നതനുസരിച്ചിട്ട് കറണ്ട് നമ്മുടെ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യാണ്.
due to this mechanical force exists between the coils. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താണ് അവിടെ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. This results in the moving coil moves the pointer over the scale. അപ്പോൾ അതനുസരിച്ചിട്ട് എന്തായിരിക്കും മൂവിങ് കോയിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിലാണ് നമ്മൾ പോയിന്റർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് സ്കെയിൽമേ എന്താ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി the pointer comes to rest at a position where the deflecting torque is equal to the controlling torque. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്ന പൊസിഷനിൽ എന്തായിരിക്കും, അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന സ്ഥലത്ത് പോയിന്റർ റെസ്റ്റ് ചെയ്യും വന്നിട്ട്. ഇനി by reversing the current, the field due to fixed coil is reversed as well as the current in the moving coil is also reversed, so that the direction of the deflecting torque remains unchanged. Means നമ്മുടെ ഫ്ലക്സും കറണ്ടും ഒരേ സമയം എന്താണ് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സും റിവേഴ്സ് ആവും, അതുപോലെ തന്നെ കറണ്ടും റിവേഴ്സ് ആവും. പക്ഷെ എന്താണ് അവിടെ ഡിഫ്ലക്ട്, അതുകൊണ്ട് തന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെയായിരിക്കും, അതായത് അത് ചേഞ്ച് ചെയ്യില്ല ഡയറക്ഷൻ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് therefore such instrument can be used for both DC and AC measurement. DC ആയാലും AC ആണെങ്കിലും നമുക്ക് അവിടെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഫ്ലക്സ് ഉണ്ടാക്കുന്ന കറണ്ട്, അതായത് ഫിക്സഡ് കോയിലും മൂവിങ് കോയിലും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് കറണ്ട് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു I square. ആൻഡ് ഇവിടെ കൺട്രോൾ എന്ന് പറയുന്നത് സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി എപ്പോഴാണ് പോയിന്റർ റെസ്റ്റിൽ വരിക, അതായത് ദ പോയിന്റർ വിൽ കം ടു റെസ്റ്റ് അറ്റ് എ പൊസിഷൻ when TD ഈ രണ്ട് ടോർക്കും ഈക്വൽ ആകുമ്പോൾ means deflecting torque equal to controlling torque. It is clear that the deflection of the pointer is directly proportional to the square of deflecting current. നമ്മൾ ഓൾറെഡി പറഞ്ഞു TD is proportional to I square. Hence the scale of this instrument is non-uniform, being crowded in their lower parts and spread out at the top. Means scale എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആണ്, അതായത് ലെഫ്റ്റ് എൻഡിൽ അതായത് ലോവർ എൻഡിൽ എന്തായിരിക്കും അവിടെ സ്കെയിൽ അല്ലെങ്കിൽ ആ റീഡിംഗ് എന്ന് പറയുന്നത് ക്രൗഡഡ് ആയിരിക്കും. ആൻഡ് ഹൈസ്റ്റ് ടോപ്പ് എൻഡിൽ അവിടെ എന്തായിരിക്കും അവിടെ സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ ഫ്രിക്ഷൻ, അതായത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡാമ്പിംഗ് ടോർക്കിന് വേണ്ടിയിട്ട്. അഡ്വാൻറ്റേജസ്. These instruments can be used for both AC and DC measurement. ഇപ്പോൾ രണ്ടും മെഷർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം, AC ആയാലും DC ആയാലും. അപ്പോൾ ഫ്രീ ഫ്രം ഹിസ്റ്ററിസിസ് ആൻഡ് എഡി കറന്റ് എറേഴ്സ്. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് വെയിറ്റ് റേഷ്യോ ഈസ് സ്മോൾ. അപ്പോൾ ആ റേഷ്യോ സ്മോൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ സെൻസിറ്റീവിനെ ബാധിക്കും. ഇനി സ്കെയിൽ ഈസ് നോൺ യൂണിഫോം. പിന്നെ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡൊക്കെ നമുക്ക് ഇവിടെ എഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീനിങ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമ്മളിവിടെ ചെയ്യേണ്ടി വരും. ആൻഡ് ദീസ് ഇൻസ്ട്രുമെന്റ്സ് ആർ കോസ്റ്റ്ലിയർ. അതുകൊണ്ട് നമ്മൾ വോൾട്ട് മീറ്റർ ആയിട്ടും അമീറ്റർ ആയിട്ടും അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല. അടുത്തത് ഇലക്ട്രോഡൈനാമിക് അമീറ്റർ. അപ്പോൾ ഇലക്ട്രോഡൈനാമിക് അമീറ്ററിൽ നമുക്ക് ഫിക്സഡ് കോയിലും മൂവിങ് കോയിലും നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു ഷണ്ട് നമ്മൾ മൂവിങ് കോയിലിനെ അക്രോസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തുള്ളത് ഫിക്സഡ് ആൻഡ് മൂവിങ് കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. A shunt is connected across the moving coil for limiting the current. അപ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ദ റിയാക്റ്റൻസ് റെസിസ്റ്റൻസ് റേഷ്യോ, അതായത് L/R റേഷ്യോ ഓഫ് ദ ഷണ്ട് ആൻഡ് മൂവിങ് കോയിൽ ഈസ് കെപ്റ്റ് നിയർലി ദ സെയിം ഫോർ ദ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീറ്റർ റീഡിംഗ് വിത്ത് ദ ഫ്രീക്വൻസി. അതായത് ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ L/R റേഷ്യോ എന്തിൻ്റെയൊക്കെ the shunt and the moving coil is kept constant. Since the coil currents are same, the deflecting torque is proportional to the mean square of the current. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് കറണ്ട്. അപ്പോൾ അത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അവിടെ സ്കെയിൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നോൺ യൂണിഫോം ആയിരിക്കും. And it reads the RMS value. അടുത്തത് ഇലക്ട്രോഡൈനാമിക് വോൾട്ട് മീറ്റർ. അതിൽ നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും, അതായത് രണ്ട് ഫിക്സഡ് കോയിൽ സീരീസ് ആയിട്ട് ആൻഡ് അതിനോട് മൂവിങ് കോയിൽ വെച്ചിട്ടുണ്ടാവായിരിക്കാം. നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവും.
ആൻഡ് ഒരു ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് the electrodynamic instrument can be used as a voltmeter by connecting a large non-inductive resistance of low temperature coefficient in series with the instrument coil. Instrument coil സീരീസ് ആയിട്ട് നമ്മൾ ഒരു ഹൈ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് വോൾട്ട് മീറ്റർ, അതായത് ഇലക്ട്രോഡൈനാമിക് വോൾട്ട് മീറ്ററിന്റെ ഒരു അറേഞ്ച്മെന്റ്. അടുത്തത് ഇലക്ട്രോഡൈനാമിക് വാട്ട് മീറ്റർ. അപ്പോൾ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫിക്സഡ് കോയിൽ ഉണ്ട്, സിമെട്രിക് ആയിരിക്കും. അത് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ രണ്ട് കോയിൽസും നമ്മൾ ലോഡിനോട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഫിക്സഡ് കോയിൽസ് സിമെട്രിക്കൽ ടു ഈച്ച് അതർ ആൻഡ് പ്രൊഡ്യൂസിങ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. They are connected in series with the load and are called the current coil. അപ്പോൾ ഇത് നമ്മൾ ഒക്കെ സീരീസ് ആയിട്ടാണ്, അതായത് ലോഡ് കറണ്ട് ആണ് ഈ രണ്ട് കോയിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പറയുന്ന പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ കറന്റ് കോയിൽ എന്നാണ് പറയുന്നത്. The moving coil is in series with a high non-inductive resistance RV is connected across the supply. അപ്പോൾ നമ്മൾ മൂവിങ് കോയിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ് RV വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ അടുത്ത പടത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. Thus the current flowing in the moving coil is proportional to the supply voltage. അത് സപ്ലൈ വോൾട്ടേജിനോട് പാരലൽ ആയിട്ടാണ് നമ്മൾ മൂവിങ് കോയിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ അതിനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. The moving coil is called the voltage coil or pressure coil. അപ്പോൾ ഈ ഒരു കോയിലിനെ മൂവിങ് കോയിൽ എന്ന് പറയുന്ന പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വോൾട്ടേജ് കോയിലിനോ അതല്ലെങ്കിൽ പ്രഷർ കോയിലിനോ നമ്മൾ പറയും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇവിടെ MLCV അതായിരിക്കും 4 ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ വാട്ട് മീറ്ററിന്റെ. അപ്പോൾ ഒന്നിലെ മുകളിലുള്ളത് കറണ്ട് കോയിൽ, താഴെയുള്ളത് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ. ഇപ്പോൾ നമ്മളൊരു RV എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് വോൾട്ടേജ് കോയിലിനോട് സീരീസ് ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതാണ് ആ ഒരു റെസിസ്റ്റൻസ് RV എന്ന് പറയുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത്. വോൾട്ടേജ് കോയിലിനോട് സീരീസ് ആയിട്ടാണ് നമ്മുടെ RV എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് വരുന്നത്. The voltage coil is carried on a pivoted spindle which carries the pointer. The pointer moved over a calibrated scale. അപ്പോൾ ഈ മൂവിങ് കോയിലാണ് നമ്മൾ പിവറ്റ് വെച്ചിട്ടുള്ളത്, അതായത് നമ്മുടെ പോയിന്റർ ആൻഡ് മൂവിങ് കോയിൽ മൂവിനനുസരിച്ചിട്ട് നമ്മുടെ ഈ സ്കെയിലിന്റെ മുകളിൽ കൂടെ നമ്മുടെ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യും. ആൻഡ് ഇവിടെ കൺട്രോളിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് 2 ഹെയർ സ്പ്രിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് 2 പർപ്പസ് ഉണ്ട്. ഒന്ന് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക, ആൻഡ് രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ലീഡിങ് കറണ്ട് മൂവിങ് കോയിലിലേക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഡാമ്പിംഗ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വഴിയാണ്. ഇനി നമുക്ക് ടോർക്കിന്റെ റിലേഷൻ എങ്ങനെ വരണമെന്ന് നോക്കാം. നമുക്ക് 2 കറണ്ട് ഉണ്ട്, IF ഫിക്സഡ് കോയിലൂടെ പോകുന്ന കറണ്ടും IM മൂവിങ് കോയിലൂടെ പോകുന്ന കറണ്ടും. അപ്പോൾ T is proportional to ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് is proportional to these 2 current, അതായത് IF-നും IM-നും പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു IF എന്ന് പറയുന്നത് ലോഡ് കറണ്ട് മീൻസ് I, IF എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു IM ആൻഡ് IM എന്ന് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്, ലോഡ് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, VI എന്ന് എഴുതാം. മീൻസ് VI എന്ന് പറയുന്നത് ട്രൂ പവർ ആണ്. അതാണ് നമ്മുടെ പവറിന്റെ ഇക്വേഷൻ. അപ്പം അവിടെ നമുക്ക് എന്താണ്, ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻസ്റ്റന്റേനിയസ് പവർ. അപ്പോൾ പവർ അനുസരിച്ചിട്ടാണ് അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ instantaneous power. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് the deflection is proportional to the true power. The scale is therefore uniform. അടുത്ത ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്, സ്പ്ലിറ്റ് ഫേസും ഉണ്ട്, അതുപോലെ തന്നെ ഷെയ്ഡഡ് പോൾ ടൈപ്പും ഉണ്ട് ഈ ഇൻഡക്ഷൻ ടൈപ്പിൽ. അതായത് നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് നോക്കാം. It consists of 2 AC magnets M1 and M2. 2 AC magnet M1 ഉണ്ട്, M2 ഉണ്ട്. ആൻഡ് അത് നമുക്ക് 2 വൈൻഡിങ് നമ്മൾ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കാണ്. ആൻഡ് M2 എന്ന് പറഞ്ഞ വൈൻഡിങ്ങിനോട് നമ്മൾ പാരലൽ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലൈൻ കറണ്ടും M2 കൂടെ പോകുന്ന കറണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാലാണ് ഇവിടെ ഉണ്ടാവുന്ന 2 ഫ്ലക്സ് φ1 ആൻഡ് φ2 അത് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ആൽഫ, ഫേസ് ആംഗിൾ ആൽഫ ഡിഫറൻസ് വരുള്ളൂ. എന്നാൽ മാത്രമാണ് അവിടെ ടോർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ.
These instruments convert single phase to two phases. നമ്മൾ സിംഗിൾ ഫേസിനെ രണ്ട് ഫേസസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ഫേസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് നമ്മൾ പറയുന്ന വേറെ പേരാണ് ഫെറാരിസ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. It consists of poles which are laminated and placed right angle to each other. In the center of yoke there is an aluminum drum. അപ്പോൾ യോക്കിന്റെ സെന്ററിലായിട്ട് നമ്മൾ അലുമിനിയം ഡ്രം വെച്ചിട്ടുണ്ട്. And inside the drum there is a cylindrical laminated iron core. അതായത് ഡ്രമ്മിന്റെ ഉള്ളിൽ നമ്മൾ എന്താ വെച്ചാൽ സിലിണ്ടറിക്കൽ ലാമിനേറ്റഡ് അയൺ കോർ വെച്ചേക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഷെയ്ഡഡ് പോൾ ടൈപ്പ് ആണ്. ഷെയ്ഡഡ് പോൾ ടൈപ്പ് ഇൻഡക്ഷൻ ഇൻസ്ട്രുമെന്റ് യൂസസ് എ സിംഗിൾ വൈൻഡിങ് ടു പ്രൊഡ്യൂസ് ഫ്ലക്സ്. അതായത് ഒറ്റ വൈൻഡിങ് ഉള്ള ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഷെയ്ഡഡ് ബാൻഡ്സ് വയ്ക്കും പോൾ ഫേസസിൽ. ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഷെയ്ഡിങ് ബാൻഡ്സ് ആൻഡ് സർക്ലിംഗ് ഓഫ് ഹാഫ് ഓഫ് പോൾ ഫേസ്. നമ്മൾ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The flux produced by this winding is split into two fluxes. അതായത് മെയിൻ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കമ്പോണന്റ് ഫ്ലക്സസ് ഉണ്ടായിരിക്കും. And having phase difference with respect to each other. അപ്പോൾ ഈ രണ്ട് ഫ്ലക്സിനും ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ടോർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. The phase difference is usually 40 to 50 degrees and can be varied by varying the size of the shading bands. ഇപ്പോൾ നോർമലി ആ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 40 to 50 ഡിഗ്രി ആണ്. ബട്ട് നമുക്ക് ആ ഷെയ്ഡിംഗ് ബാൻഡിന്റെ സൈസ് മാറ്റുന്നതനുസരിച്ചിട്ട് നമുക്ക് അത് വേരി ചെയ്യാൻ പറ്റും. A copper strip is placed around the smaller of the two areas found by the slot. അപ്പോൾ കോപ്പർ ബാൻഡ്സ് ആണ് നമ്മൾ ഈ ഒരു ഷെയ്ഡിംഗ് ബാൻഡിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോപ്പർ സ്ട്രിപ്പ്. These copper shading bands acts as a short circuited secondary. ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി ആയിട്ട് അത് അവിടെ ആക്ട് ചെയ്യും. അടുത്തത് ഡ്രൈവിംഗ് ടോർക്ക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഫ്ലക്സും ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ അവിടെ ടോർക്ക് ഉണ്ടാക്കണേന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ രണ്ട് ഫ്ലക്സ് φ1 ഉം φ2 ആണെങ്കിൽ ആൻഡ് ആൽഫയാണ് നമ്മൾ അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്നുണ്ടെങ്കിൽ അവിടെ റിഫ്ലക്റ്റിംഗ് ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു φ1 φ2 sin ആൽഫ. ഇനി ഈ രണ്ട് ഫ്ലക്സും സെയിം കറണ്ട് ആണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അത് സീരീസ് കണക്ഷൻ ആണെങ്കിലാണ് അങ്ങനെ സെയിം കറണ്ട് ആവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടോഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ടി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. ആൻഡ് നമുക്ക് സ്പ്രിംഗ് ആണ് ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടി സി ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അവിടെ ടി സി അതായത് കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയിരിക്കും. വിച്ച് മീൻസ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്. തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. കൂടെ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് സ്പൈറൽ സ്പ്രിംഗ് വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡാമ്പിംഗ് എങ്ങനെയാണ്, നമ്മൾ എഡി കറന്റ് ഡാമ്പിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അടുത്തത് അഡ്വാൻറ്റേജസ്. When used as an ammeter or voltmeter, it scales extends over 300 degree. അതായത് നമ്മൾ അമ്മീറ്റർ ആയിട്ട് വോൾട്ട്മീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് 300 ഡിഗ്രി വരെ ഡിഫ്ലക്ഷൻ നമുക്ക് പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ ഫ്രീക്വൻസിയുടെ ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഫ്രീ ഫ്രം ഫ്രീക്വൻസി എറർ. ലെസ് മെയിൻ്റനൻസ് ഈസ് റിക്വയർഡ് ആൻഡ് സിമ്പിൾ ആൻഡ് റോബസ്റ്റ് കൺസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് നോൺ യൂണിഫോം സ്കെയിൽ ആണ്. കാരണം തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്, അതുകൊണ്ട് നോൺ യൂണിഫോം സ്കെയിൽ ആണ്. ആൻഡ് ലാർജ് പവർ കൺസംഷൻ, അതുപോലെ ഹൈ കോസ്റ്റ്. പിന്നെ ഇവിടെ നമുക്ക് എ സിക്ക് മാത്രമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൻ്റെ നമ്മൾ തിയറി പോർഷൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.